സർവീസ് സെൻ്ററിനകത്ത് ഫോൺ കൊടുക്കാൻ നേരത്തെ എല്ലാവരും ടെൻഷനാണ് നമ്മുടെ ഡാറ്റ ലീക്ക് ആവും, ഗാലറി ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ് കാര്യങ്ങൾ ആക്സസ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഡിവൈസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ്റനൻസ് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെക്യൂർ ആയിരിക്കും, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഗാലറി ഓപ്പൺ ചെയ്താൽ പോലും ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഞാനൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തു, എന്നിട്ട് ക്രിയേറ്റ് ലോഗ് ആൻഡ് റിപ്പോർട്ട് റീസ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺടിക്ക് ചെയ്യാം. നിങ്ങളുടെ പാസ്വേഡ് എന്താണോ, അതായത് നിങ്ങളുടെ കറണ്ട് പാസ്വേഡ് എന്താണോ അത് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ മെയിൻ്റനൻസ് മോഡിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിനകത്ത് ഞാൻ 2 ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് മെയിൻ്റനൻസ് മോഡിനകത്തേക്ക് കയറിയതിന് ശേഷം ഗാലറി ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ 2 ഫോട്ടോ അവിടെ കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫോണൊന്ന് റീസ്റ്റാർട്ടായി വന്നതിന് ശേഷം താഴെയായിട്ട് മെയിൻ്റനൻസ് മോഡ് എന്നുള്ള എഴുതിയിട്ടുണ്ട്. ഞാനൊന്നോടെ അടുത്ത് കാണിച്ചു തരാം. മെയിൻ്റനൻസ് മോഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ മെയിൻ്റനൻസ് മോഡിനകത്താണ്. ഈ ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ ഫോൺ നിങ്ങൾ സർവീസ് സെൻ്ററിനകത്ത് ഏൽപ്പിക്കേണ്ടത്. ഇതിന് ശേഷം ഞാൻ ഗാലറി ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ബ്ലാങ്ക് ആണ്, അതിനകത്ത് ഒന്നുമില്ല. ഇനി എൻ്റെ രണ്ടാമത്തെ ചെക്കിങ്, ഈ ഫോൺ ഞാനൊരു PC ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എൻ്റെ ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് എൻ്റെ രണ്ടാമത്തെ ചെക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് M06 ആണ് ഡിവൈസ്, അതിനകത്ത് പിക്ചേഴ്സ്, ഇതിനകത്ത് രണ്ട് ഫോൾഡറും എംപ്റ്റി ആണ്, ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. അതായത് എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി തിരിച്ചു പോകാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആ ഏരിയയിൽ തന്നെ എക്സിസ്റ്റ് മെയിൻ്റനൻസ് മോഡ് ഓപ്ഷൻ ഉണ്ട്, അവിടെ എക്സിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പാസ്വേഡ് അടിക്കാതെ നമുക്കൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ബോത്ത് കേസ് നമ്മൾ കയറാൻ നേരത്തും ഇറങ്ങാൻ നേരത്തും ഈ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മെയിൻ്റനൻസ് മോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിന് ശേഷം ഞാൻ എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് ഫോട്ടോ കിടക്കുന്നുണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങളുടെ ഫോൺ ബോർഡ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ OS ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്യാൻ പറ്റത്തില്ല. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ OS ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഇത് എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൊരു കോമൺ മാന് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണൊക്കെ ഒന്ന് റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഗാലറി ഓപ്പൺ ചെയ്യാം, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ 2 ഫോട്ടോസ് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാംസങ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിട്ട് സർവീസ് സെൻ്ററിനകത്തേക്ക് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.